അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ചാലഞ്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു. കാര്യം ഈ കഴിഞ്ഞ 1.5-2 മാസത്തോളമായി ഞാൻ ഒരു ചാലഞ്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 100-ൽ കൂടുതൽ ആളുകൾ ഇതുവരെയായിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം ഒന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ആളുകൾ വീണ്ടും വരുന്നുണ്ട്. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ആളുകൾ സ്പോൺസർ ചെയ്യാനുള്ള ആളുകളുണ്ട്, പക്ഷേ നമുക്ക് ഇവിടുന്ന് ഫുഡ് കൊടുക്കാനുള്ള സോഴ്സ്. ഇപ്പോൾ ഈ ആഴ്ചത്തെ ഞാൻ ഇപ്പോൾ ഫുഡ് കൊടുക്കാൻ വന്നപ്പോഴായിരുന്നാലും കഴിഞ്ഞ ആഴ്ച ഒരു 10-400 ഫുഡ് കൊടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഈ ആഴ്ച എനിക്ക് 150-160 ഫുഡേ കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഫുഡില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഡ്യൂ ടു LPG ഇഷ്യൂ. കാര്യം നമുക്ക് ഇവിടെ ഒന്നും പാചകവാതമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ കൊടുക്കുന്ന ഹോട്ടലിലാണെങ്കിലും അവിടെ ഇപ്പോൾ നിലവിൽ ഇന്ന് മീൽസ് കാര്യങ്ങൾ റെഡി ചെയ്തില്ല. കാര്യം അതിന് വീണ്ടും കൂടുതൽ ഗ്യാസിൻ്റെ ആവശ്യകതയുണ്ട്. സോ അവരിന്ന് ബിരിയാണിയാണ് അവർ പ്രിപ്പയർ ചെയ്തത്. ഈ ആഴ്ച ഊണ് തന്നിട്ടുള്ളവരെയും ഞാൻ വിളിച്ചു പറഞ്ഞ് അവരെ കൊണ്ട് ബിരിയാണിയാണ് ഞാൻ കൊടുപ്പിച്ചത്. കാര്യം ഇവിടെ വേറെ ഫുഡില്ല കൊടുക്കാനായിട്ട്. ആ സാഹചര്യം കൊണ്ടാട്ടോ അത് ഞാൻ ഒന്നാമത് ക്ഷമ വയ്ക്കുന്നു. പിന്നെ ഇന്ന് തന്നവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റി. പിന്നെ അടുത്ത ആഴ്ച എങ്ങനെയാണ് അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ, ഫുഡ് കിട്ടുമോ, അതിൻ്റെ രീതികളൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ദയവായി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഇതിപ്പോൾ LPG കാര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യുക. കാര്യം ഇങ്ങനത്തെ ഒരു സോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നത്. അത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാലഞ്ച് എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ആവശ്യമാണ്. അപ്പോൾ ശരി, താങ്ക് യു.